നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് വെടിവയ്പിൽ ആരോപണ വിധേയനായ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് P. ജയരാജൻ. കേസിൽ റവാഡ ചന്ദ്രശേഖർ 2012-ൽ കുറ്റവിമുക്തനായി. വിമർശനവും സ്വയം വിമർശനവും CPM-ൽ നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും P. ജയരാജൻ. പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക പിച്ചുതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ മുന്നണി. പ്രതിഷേധ സമരം നെല്ലളന്ന മാസങ്ങളായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ. സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂരിലെ തകർന്ന കൾവേർട്ടറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുമ്പോൾ വാഴരാംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും പാടെ തകർന്നു. പേവിഷ പ്രതിരോധ യജ്ഞവും അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമും ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മുഖ്യ ചർച്ചയായി. നഗരപരിധിയിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെ കണക്കെടുക്കാനും മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താനും തീരുമാനം. യോഗം ചർച്ച ചെയ്തത് 10ഓളം അജണ്ടകൾ. ഷൊർണൂരിനെ വയോജന സൗഹൃദ നഗരസഭയാക്കാൻ നടപടികൾ ആരംഭിച്ചു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച് മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര പ്രദേശത്ത് വിലസുന്നത് 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവും. 3 കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മലമ്പുഴ ചെറാട് ശാസ്താനഗറിൽ CCTV-യിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാനാകാതെ വനം വകുപ്പ്. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾക്കും വ്യക്തതയില്ല. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചെലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1-ന്. വാർത്തകൾ വിശദമായി. റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട വിഷയമല്ലെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കൂത്തുപറമ്പ് വെടിവയ്പിൽ ആരോപണ വിധേയനായിരുന്ന റവാഡ 2012-ലാണ് കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. വിമർശനവും സ്വയം വിമർശനവും CPM-നകത്ത് നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും P. ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു. റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് P. ജയരാജൻ പറഞ്ഞു. സർക്കാർ തങ്ങൾക്ക് മുന്നിലെത്തിയ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. കൂത്തുപറമ്പ് വെടിവയ്പിൽ ആരോപണ വിധേയനായിരുന്ന റവാഡ 2012-ലാണ് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. ചുമതല നിർവഹിക്കാൻ ആരാണ് യോഗ്യനെന്ന് സർക്കാർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഒരു പ്രശ്നമല്ല, ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും CPM-നും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം. കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ രവതി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. രവതി ഒറ്റക്കല്ല, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട 3 പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ. നിതിൻ അഗർവാളിനെതിരായിട്ടും CPIM പരാതി നൽകുകയുണ്ടായി. ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ അന്ന് ASP ആയിരുന്നു. അവിടെ RSS-ഉമായിട്ട് CPIM സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് CPM-ന്റെ ഇപ്പോഴത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സഖാവ് M. സുകുമാരനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വിമർശനം നടത്തിയത് സംബന്ധിച്ച ചോദ്യത്തിന് പാർട്ടിക്കകത്ത് പറഞ്ഞത് എന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് ജയരാജൻ പ്രതികരിച്ചു. വിമർശനവും സ്വയം വിമർശനവും CPM-നകത്ത് നടത്താം,
മറ്റ് പാർട്ടിയെപ്പോലെയല്ല CPM. പല വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രതികരിക്കാനില്ലെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലളന്ന് മാസങ്ങളായിട്ടും സംഭരണ വില ലഭിച്ചില്ല. പാലക്കാട്ട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ സമിതി. കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ സർക്കാർ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച തുക കോടതി നിർദ്ദേശം മറികടന്ന് വക മാറ്റിയത് എന്തിനാണെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ ചോദിച്ചു. കീടം മുതൽ കാട്ടാനയോട് വരെ മല്ലിട്ടുകൊണ്ടാണ് കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്തും വളവും ലഭിക്കാനും PRS ലഭിക്കാനും നെല്ലളക്കാനും വരെ സമരം ചെയ്യേണ്ട ഗതികേടാണ്. നെല്ലളന്ന കർഷകർക്ക് പണം ഉടൻ നൽകണമെന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കുകയാണ്. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച 1600 കോടി രൂപ കർഷകർക്ക് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ പാലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഭരണാനുകൂല കർഷക സംഘടനകൾ മറുപടി പറയണം. കേന്ദ്രവിഹിതമെങ്കിലും കർഷകർക്ക് നേരിട്ട് ലഭിക്കാനുള്ള സംവിധാനത്തിന് തടസ്സം നിൽക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. കർഷക വഞ്ചന മാത്രം നടത്തുന്ന സർക്കാരിനെതിരെ പറ്റാവുന്ന മേഖലകളിലെല്ലാം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നും ചിദംബരംകുട്ടി മാസ്റ്റർ പറഞ്ഞു. നെല്ല് ഉത്പാദിപ്പിച്ച് ആദ്യമൊക്കെ ശല്യം, എല്ലാ ശല്യം, കീടം മുതൽ കാട്ടാന വരെ, കാട്ടുപന്നി വരെ, മയിലും മാനും വരെ, ഇതിന്റെ എല്ലാ ആക്രമണങ്ങളും സഹിച്ചുകൊണ്ടാണ് കർഷകൻ ഇന്ന് നെല്ല് ഉത്പാദിപ്പിക്കുന്നത്. അറിയാലോ, പാലക്കാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടാക്കുന്ന നെല്ല് ഒരു 100 പ്രാവശ്യം വന്ന് പരിശോധിച്ച് ഈർപ്പം കുറഞ്ഞിട്ടില്ല, അത് നീ ഉണക്കണം എന്ന് പറഞ്ഞ് ഏജന്റുമാരുടെയും മില്ലുമാരുടെയും അതിന്റെ ശല്യമൊന്നും വേറെ. പഴയ പല കളങ്ങളും കട്ടകളങ്ങളൊന്നും ഇല്ല. അത് ഉണക്കാനും സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല. ഒരു പ്രാവശ്യം ഉണക്കി അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് മാസങ്ങളോളം വെക്കേണ്ട ഒരു സ്ഥിതി അമ്പരിച്ചു കൊണ്ടുപോകാൻ. സമിതി പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ ശിവാനന്ദൻ നെന്മേനി, മുരളീധരൻ പല്ലസന, കെ സഹദേവൻ, ബി രാമദാസ്, വി ദീപൻ, എം അയ്യപ്പൻ, KC രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പേവിഷ പ്രതിരോധത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനം. ഇതിന് മുന്നോടിയായി അടുത്ത ദിവസം മുതൽ തെരുവ് നായ്ക്കളുടെ കണക്കെടുപ്പ് തുടങ്ങും. നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ ജനജീവിതത്തിന് വൻ ഭീഷണിയായ സാഹചര്യത്തിലാണ് കൗൺസിൽ യോഗം ഈ വിഷയം ചർച്ച ചെയ്തത്. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു. നമ്മൾ അതേമാതിരി ഇവിടെ പൊളിച്ചു കൊടുക്കാൻ നമുക്കുള്ള റെസീറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തി അപേക്ഷ നടത്തിയിട്ട് അത് പോയാലാണ് നമുക്ക് ഇപ്പോൾ ഇറങ്ങി ഈ സുഹൃത്ത് പോയി വേറെ സുഹൃത്തുന്ന അപ്പകമായി ഒരു ഇറങ്ങിയിട്ട് വീണ്ടും കുട്ടികൾ. അപ്പൊ അതുകൂടി അവരുടെ ചേർന്ന് ചെറുപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. തെരുവുനാരുടെ കാര്യത്തിൽ ചേർന്ന് എന്തായാലും അടിയന്തരമായ ഇടപെടൽ നടത്തണം. 2 ബാത്റൂമുകളാണ് നിലവിലെ പ്രൊജക്ട് പ്രകാരം അതിൽ വെച്ചിട്ടുള്ളൂ. പക്ഷെ അത്രയും പോരാ, അതിൽ കൂടുതൽ ബാത്റൂമുകൾ വേണമെന്നാണ് ഗവൺമെന്റ് ഡോക്ടർ അടക്കമുള്ള ആളുകളുടെ ആവശ്യം. അപ്പൊ അത് ചെയർമാനായിട്ട് MP ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ നഗരസഭ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാം എന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്ന് MP സൂചിപ്പിച്ചത്. അതിന്റെ എന്തെങ്കിലും നടപടികൾ ആയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇനിയിപ്പോ മറ്റു വർക്കുകൾ, ബിൽഡിംഗ് വർക്കുകളൊക്കെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഴുവൻ തെരുവ് നായ്ക്കളുടെയും കണക്കെടുത്ത ശേഷം ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ യോഗത്തിൽ തീരുമാനമായി. അനിമൽ ബർത്ത് കൺട്രോൾ പരിപാടിയിൽ ABC സെന്ററുകളിൽ എത്തിച്ച് വന്ധ്യംകരിക്കുന്ന തെരുവ് നായ്ക്കളെ വീണ്ടും നഗരത്തിൽ കൊണ്ടുവന്ന് തുറന്നുവിടുന്നതും ചർച്ചാ വിഷയമായി. ഇത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കും. 10ഓളം അജണ്ടകളാണ് ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്കെത്തിയത്. വാക്സിൻ നൽകാൻ വേണ്ടി വിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ നമുക്ക് 1 ലക്ഷം രൂപ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഡോഗ് ക്യാച്ചർമാരെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവരെ അന്വേഷിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിൽ വേണം ഇത് വാക്സിനേഷൻ നൽകാൻ. അപ്പോൾ അതിൻ്റെ ഏർപ്പാടുണ്ടാക്കാൻ പറഞ്ഞു. 8 ദിവസങ്ങളിൽ ഏർപ്പാടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വാണിയംകുളം വല്ലപ്പുഴ റോഡിലെ പനിയൂർ പാടത്തിന് സമീപം തകർന്ന കൾവേർട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. അതേസമയം ഇതിലെ ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ പാടത്തിന് സമീപത്താണ് കൾവർട്ട് തകർന്നതിനെ തുടർന്ന് റോഡരികിൽ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഒറ്റപ്പാലത്ത് നിന്ന് കൈലിയാട് ഭാഗത്തേക്കും കൈലിയാട് ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ പനയൂർ പഞ്ചായത്ത് റോഡ് വഴിയാണ് കടന്നുപോയത്. അറിയിപ്പുകൾ ലംഘിച്ച് കൾവർട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡരികിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യവുമുണ്ടായി. പിന്നീട് ഇതിന് പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും 2 ദിവസം കൂടി ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിനെ വയോജന സൗഹൃദ നഗരസഭയാക്കും. ഇതിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു. വയോജന സൗഹൃദ നഗരസഭയായി ഷൊർണൂരിനെ ഉയർത്തുന്നതിനാവശ്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനായാണ് മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം ഷൊർണൂർ നഗരസഭാ ഹാളിൽ ചേർന്നത്. നമ്മുടെ ഈ പരിഗണിക്കുള്ളിൽ നിർത്തുമ്പോൾ നമുക്ക് ഇവിടെ ഷൊർണൂർ എങ്ങനെയാണ് ഇതിന് ഒരു മെച്ചപ്പെട്ട സേവനം നൽകാൻ ആവശ്യമായ പ്രോജക്റ്റുകൾക്ക് രൂപം നൽകിയത്. അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല അനുഭവങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? ആ അഭിപ്രായങ്ങളെ ശേഖരിക്കുക. ഇപ്പോൾ പാലിയേറ്റീവ് ഇപ്പോൾ മണിയേട്ടം പറഞ്ഞിട്ടുള്ള 15.something 60 വയസ്സിന് മുകളിലുണ്ട് എന്നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അംഗത്വം ലഭിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. വയോജന സൗഹൃദ നഗരം എന്ന് പറഞ്ഞാൽ ഇതിന് പല തലങ്ങളുണ്ട്. ആദ്യത്തെയാണ് ആക്സസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ കയറാനും ഇറങ്ങാനുള്ള എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇത്രയും കുറവ് ബുദ്ധിമുട്ടോടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആവശ്യമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസിൽ പോയി, ട്രഷറിയിൽ പോകേണ്ടി വന്നു. അപ്പൊ ഈ ചെറിയ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ ഇപ്പോൾ തൽക്കാലം ആരോഗ്യമുള്ള എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തും കയറാനും ഇറങ്ങാനും. എൻ്റെ പ്രായമുള്ള എൻ്റെ അച്ഛൻ്റെ കൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി ഇരിക്കാനും വെളിച്ചവും. അപ്പൊ ഇങ്ങനത്തെ ചില ബേസിക് എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം. IIT മുംബൈ അസോസിയേറ്റ് പ്രൊഫസർ വിഷ്ണു പുരുതിയിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, നഗരസഭാ സെക്രട്ടറി P രാജേഷ്, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ വയോജന സംഘടനകളായ SCFWA, KSCF, DRPU എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. യാത്രക്കാരെ ഭയപ്പെടുത്തി വാടാനംകുറിശി. മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര. അറ്റകുറ്റ പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും തകർന്നു. മിണ്ടാട്ടമില്ലാതെ അധികാരികൾ. ജനുവരിയിലാണ് പാലം പണിക്ക് തറക്കല്ലിട്ടത്. വാഹനത്തിരക്ക് ഏറെയുള്ള പട്ടാമ്പിക്കുളപ്പള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി റെയിൽവേ മേൽപ്പാലം എന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. തറക്കല്ലിട്ടതിനു ശേഷം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊടുന്നനെയാണ് പാലം പണി ആരംഭിച്ചത്. ഇതോടെ തുടങ്ങിയതാണ് വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ദുരിതയാത്ര. പാലം പണിയുന്നതിനായി റോഡിൻ്റെ ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ പണിതിരുന്നു. മഴക്കാലം വരുവോളം ചില സർക്കസ് കാണിച്ചെങ്കിലും ആളുകൾക്ക് യാത്ര ചെയ്യാമായിരുന്നു. എന്നാൽ കുളത്തിനെ വെല്ലുന്ന കുഴികളാണ് ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏറെ സംഘടനകളുടെ നിരന്തരമായ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം റോഡ് കോറി വേസ്റ്റിട്ടും മെറ്റലിട്ടും നേരെയാക്കിയിരുന്നു. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കിയ റോഡിന്
24 മണിക്കൂറിലധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ്. ഇരുചക്ര വാഹനക്കാർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ പോകുന്നതിനായി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നീണ്ട നേരത്തെ ഗതാഗതക്കുരുക്കിനെ നേരിടേണ്ട സാഹചര്യമാണ്. വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഇത്. ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ വാടനാംകുറിശി ഗേറ്റിലെ ഗതാഗതക്കുരുക്ക് ഭയന്ന് മത്സര ഓട്ടമാണ് നടത്തുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുക തന്നെയാണ് പാലം നിർമ്മാണ കമ്പനി. പാലം ഇല്ലെങ്കിലും റോഡ് ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ കാലത്തെ ആവശ്യമറിഞ്ഞ് പാലം കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ വരികയും മോഹന വാഗ്ദാനങ്ങൾ നൽകി മുങ്ങുകയും ചെയ്തു. എല്ലാം സഹിക്കാൻ ശേഷിയുള്ള ജനങ്ങൾ അധികാരവർഗത്തിനു മുന്നിൽ തലതാഴ്ത്തുകയല്ലാതെ എന്തു ചെയ്യാൻ? 24 മണിക്കൂർ കൊണ്ട് പാലം പണി തീരുമെന്ന അവസ്ഥയിലായിരുന്നു പാലം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. ഇപ്പോൾ കുരുവി കൂടുകൂട്ടും പോലെ പേരിന് 1-2 പേർ പാലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം എന്നല്ലാതെ പണി നടക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഈ ദുരിതം എന്നു തീരുമെന്നാണ് റോഡ് നികുതി അടച്ച് യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിലെ ആശങ്ക. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പണി പൂർത്തീകരിക്കുന്ന വിശ്വാസത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് STV. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര മേഖല. 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവുമാണ് പ്രദേശത്ത് വിലസുന്നത്. 3 സ്ഥലങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഒറ്റയാന്മാരും ആനക്കൂട്ടവും എത്തി. പുലർച്ചെ ചുരുളിക്കൊമ്പൻ വാളയാർ ആറ്റുപതിയെ വിറപ്പിച്ചു. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വീടുകൾക്കിടയിലൂടെ നടന്ന മതിലും ഗേറ്റുകളും തകർത്തു. 10 ഏക്കർ നെൽപ്പാടം ചവിട്ടി നശിപ്പിച്ചു. ആനയ്ക്ക് മുന്നിൽ കുടുങ്ങിയ പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജോലിക്ക് പോകാനാകാതെ പലരും പ്രതിസന്ധിയിലായി. പുലർച്ചെ 4:30 പ്രദേശത്ത് നിലയുറപ്പിച്ച് അക്രമം വിതച്ച ചുരുളിക്കൊമ്പൻ രാവിലെ 8:30 ഉൾവനത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം മലമ്പുഴ ആറങ്ങാട്ടുകുളമ്പിൽ നിന്ന് ചുരുളിക്കൊമ്പനെ വനംവകുപ്പ് ഉൾവനത്തിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും കഞ്ചിക്കോട് വനത്തിലൂടെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. ചുള്ളിമട ഭാഗത്ത് PT-14 ഒറ്റയാനാണ് നാശം വിതച്ചത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം PT-14 വട്ടപ്പാറ ദേശീയപാതയിൽ എത്തിയിരുന്നു. ഇവിടെ നിന്ന് തുരത്തിയതോടെയാണ് ചുള്ളിമടയിൽ എത്തിയിരിക്കുന്നത്. ആളുകളേക്കാൾ ആനകളാണ് ഇപ്പോൾ കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ. 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവുമാണ് മേഖലയിൽ വിലസുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ചെറാട് ശാസ്താനഗറിൽ CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയാതെ വനംവകുപ്പ് ഈ ഭാഗങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ കണ്ടെത്തിയ കാൽപ്പാടുകൾ വ്യക്തമല്ലാത്തതിനാൽ പുലിയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണോ എന്നും CCTVയിൽ പതിഞ്ഞത് കാട്ടുപൂച്ചയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. 27 പുലർച്ചെയാണ് മലമ്പുഴ ചെറാട് ഇല്ലം ഹെറിറ്റേജിൽ രവി പിഷാരടിയുടെ വീട്ടിലെ CCTV ക്യാമറയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. വനമേഖലയുള്ള ചെറാട് ഭാഗം പുലി സാന്നിധ്യമുള്ള പ്രദേശമാണ്. പലപ്പോഴായി ഇവിടെ പുലിയെത്തി ആട്, പശു, വളർത്തുനായ, കോഴി എന്നിവയെ പിടിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് മേലെ ചെറാട് ഭാഗത്ത് പുലിയെത്തി വളർത്തുനായയെ പിടികൂടിയിരുന്നു. അതേസമയം CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് വനം വകുപ്പിനെ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലങ്ങളായി പാതയോരത്ത് പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ കാടുമൂടി ഇഴജന്തുക്കളുടെയും മാലിന്യങ്ങളുടെയും കേന്ദ്രമാകുന്നു. മങ്കര കാളികാവ് റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം 100 മീറ്റർ അകലെയാണ് പാതവക്കിൽ വാഹനങ്ങൾ വഴിമുടക്കിയായി കിടക്കുന്നത്. 20 വർഷം മുമ്പ് വരെ പിടിച്ചിട്ട വാഹനങ്ങളാണ് പാതയുടെ ഇരുവശത്തും വഴിമുടക്കിയായി കിടക്കുന്നത്. പാഴ്ചെടികൾ കൊണ്ട് വണ്ടികൾ മൂടിയതിനെ തുടർന്ന് വാഹനം പോലും കാണാനാകില്ല. കാടുമൂടിയ വാഹനങ്ങളുടെ ഉൾഭാഗത്തും മാലിന്യം തള്ളിയിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലും വാഹനങ്ങളും പാഴ്മണ്ണും കിടക്കുകയാണ്. യാത്രക്കാർ ഇതിന് നടുവിലൂടെ വേണം കടന്നുപോകാൻ. 2 വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ വശം ചേർന്ന് പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ദ്രവിച്ച് കാലപ്പഴക്കമുള്ള വാഹനങ്ങളും കുന്നുപോലെ ഇട്ട മണ്ണും നീക്കണമെന്നാണ് പ്രദേശത്തുകാരുടെ പ്രധാന ആവശ്യം. മങ്കര കോട്ടായി പാലക്കാട് ബൈപ്പാസ് റോഡാണിത്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പാലക്കാട് എത്താവുന്ന റോഡാണ് ഈ കാണുന്ന ഈ റോഡ്. ഈ റോഡിൻ്റെ ഇരുവശത്ത് ഒരു ഭാഗത്ത് വണ്ടി പിടിച്ചിട്ട് പോലീസുകാർ വണ്ടി പിടിച്ചിട്ടുള്ള പ്രയാസങ്ങളും ഇപ്പുറത്ത് മണ്ണും മൂടിക്കിടക്കുകയാണ്. ഇതിൻ്റെ അടുത്താണ്, ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ.
ഏകദേശം ഒരു 10,000-ഓളം കുട്ടികൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവർക്ക് യാത്ര ചെയ്യാനോ ഈ രണ്ട് കാരണങ്ങളെല്ലാം പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് മണ്ണ് നീക്കുകയും ഈ വാഹനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യണം. മാത്രമല്ല അടുത്തുള്ളവരൊക്കെ നമുക്കറിയാം, വീടുകളും മറ്റൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഭരണാധികാരികൾ ഇതിൽ നിന്ന് ഈ വണ്ടി മാറ്റം ചെയ്യുകയും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSF ഒറ്റപ്പാലം ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ ഒറ്റപ്പാലം സെക്ടർ ജേതാക്കളായി. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവത്തിൽ അമ്പലപ്പാറ സെക്ടറിനാണ് 2ാം സ്ഥാനം. പത്തിരിപ്പാല സെക്ടർ 3ാം സ്ഥാനം നേടി. അമ്പലപ്പാറ സെക്ടറിലെ സിനാൻ കലാപ്രതിഭയായും PV ഇക്രാമുൽ ഹക്ക് സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹമീദ് അൻവരി അധ്യക്ഷത വഹിച്ചു. ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ അബ്ദുൾ റഷീദ് അഷ്റഫി വിതരണം ചെയ്തു. SMA ജില്ലാ ജനറൽ സെക്രട്ടറി P അലിയാർ, SYS ജില്ലാ സെക്രട്ടറിമാരായ VP മുഹമ്മദ് റനീഷ്, T മുജീബ് പാവുക്കോണം, കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ ഫിനാൻസ് സെക്രട്ടറി TA മുസ്തഫ ഹാജി, ജനറൽ സെക്രട്ടറി K ഇസ്മായിൽ, ഹാഫിൾ അബ്ബാസ് സഖാഫി, SSF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിസാർ കാരക്കാട്, ഡിവിഷൻ പ്രസിഡന്റ് ജസീർ സഖാഫി, സെക്രട്ടറി MK സൈഫുള്ള, സഹദ് വരോട്, സ്വാഗത സംഘം കൺവീനർ സുലൈമാൻ ബാഖവി തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാലത്ത് രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടാൻ കല കൊണ്ടും സാഹിത്യം കൊണ്ടും സാധ്യമാകുമെന്ന് SSFന്റെ സാഹിത്യോത്സവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയലി മഴോത്സവം 2025ന്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴ പ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടന്നു. തിരുമിറ്റക്കോട് ടീം നൂബിര ചിട്ടപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു. വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴ കവിതകളും പാട്ടുകളും പരിപാടിക്ക് മിഴിവേകി. ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിൽ നെളിയോരത്ത് മഴോത്സവം സീസൺ 9 സമാപനം കുറിക്കും. ഇതിനു മുന്നോടിയായി ജൂലൈ 13 മഴയും സിനിമയും, ജൂലൈ 27 മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴോത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും. ജൂലൈ 19, 20 ദിവസങ്ങളിൽ കൊല്ലങ്കോട്ടേക്ക് മഴയാത്രയും മഴോത്സവം 2025ന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ഇന്നിന്റെ നേർക്കാഴ്ചകളുമായി ചേർത്ത് വായിക്കുന്നതിനാണ് 2017 മുതൽ വയലി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. വിനോദ് വയലി, സുധീപ് കടുകശ്ശേരി, വിശ്വനാഥ്, കുട്ടൻ അറങ്ങോട്, മനോ വയലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 16 കോടി രൂപ ചെലവഴിച്ച നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമായി. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1 രാവിലെ 11 മണിക്ക് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. സാങ്കേതിക മികവ് പരീക്ഷിക്കുന്നതിന് വൈകിട്ട് 6 മണിക്ക് തുടരും സിനിമയുടെ സൗജന്യ പ്രദർശനം നടത്തും. ടിക്കറ്റ് വെച്ചുള്ള പ്രദർശനം ജൂലൈ 4 മുതലാണ്. അത്യാധുനിക സംവിധാനങ്ങളായ RGB 4K ലേസർ പ്രൊജക്ടർ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനൽ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, മികച്ച ശീതീകരണി, ശരീരഘടനയ്ക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ, ഉൾവശത്ത് മ്യൂറൽ ചിത്രങ്ങൾ, LED പ്രകാശ സംവിധാനം, സമുച്ചയത്തിൽ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ഭിന്നശേഷി സൗഹൃദമായ ശുചിമുറികൾ, റാമ്പ്, വീൽചെയർ സൗകര്യങ്ങൾ എന്നിവ നവീകരണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്.
ഇരു തിയേറ്ററുകളിലുമായി 850ഓളം ഇരിപ്പിടങ്ങളുണ്ട്. കൈരളി ശ്രീ തിയേറ്റർ ബാൽക്കണിയിൽ യഥാക്രമം 33ഉം 36ഉം പ്ലാറ്റിനം സോഫ സീറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട്. 4-ാം തീയതി ധീരൻ, ജുറാസിക് വേൾഡ് റീബർത്ത്, സിതാരെ സമീൻ പർ എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കും. ആ കട്ടൺ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പൂതിരി ചിത്രം വരെ, അതിൻ്റെ അക്വാസ്റ്റിക്സിൻ്റെ പ്രത്യേകത വരെ, ഡോൾബിയുടെയും മാർക്കോയുടെയും ഒക്കെ സാങ്കേതിക മികവുകളുള്ള ഉപകരണങ്ങൾ വരെ, ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം ഏകദേശം അതിന് 2 കോടി രൂപയോളം ചെലവിടുന്നിട്ടുണ്ട്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം തന്നെ, വലിയ യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൊതുമേഖലയിൽ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ, ഒരു പൊതുമേഖലയിൽ പൊതുജനങ്ങൾക്ക് സർക്കാർ മേഖലയിൽ ഉന്നത സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ചിന്തയുടെയും ഫിലോസഫിയുടെയും പിന്നിൽ. അത് അക്ഷരാർത്ഥത്തിൽ അത് ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇതോടനുബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. KFDC MD പ്രിയദർശനൻ, മറ്റ് ഭാരവാഹികളായ സംവിധായകൻ MA നിഷാദ്, മെൽവിൻ മാത്യു, S രാധാകൃഷ്ണൻ, G വിദ്യ, അർച്ചന പ്രഭു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്യാൻസർ രോഗികൾക്കായി കേശദാനം നടത്തി ഷൊർണൂർ കാരക്കാട് വളയംതൊടി വീട്ടിൽ കൃഷ്ണേന്ദു മാതൃകയായി. സർഗക്ഷേത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ കേശം ഏറ്റുവാങ്ങി. 19 ഇഞ്ച് നീളമുള്ള മുടിയാണ് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി മുഖേന കൃഷ്ണേന്ദു സർഗക്ഷേത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയത്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ T സീന, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുജിത് കുമാർ, വിനോദ് പുത്തൻവീട്ടിൽ, മണി, അക്ഷജ്, P അഭിജിത്ത്, P അജിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇരട്ടകളായ വധൂവരന്മാർ വിവാഹശേഷം യാത്ര പറയുന്നതിനിടെ പുതുമണവാളിന് മണവാട്ടിയെ ചെറുതായൊന്ന് മാറി. ഷൊർണൂർ സ്വദേശികളായ ശരത്തും സുജിത്തുമാണ് ആ വൈറൽ താരങ്ങൾ. ആ ചിരി നിമിഷം ദിവസങ്ങൾക്കുള്ളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ 1 കോടിയിലേറെ പേരാണ് കണ്ടത്. കണ്ടവർ പറയുന്നു, ഭാഗ്യം താലി കെട്ടുമ്പോൾ മാറിയില്ലല്ലോ എന്ന്. ഇരട്ട സഹോദരന്മാരായ ഷൊർണൂർ പരുത്തിപ്ര പത്മാനിവാസിൽ KP ശരത്, KP സുജിത്ത് എന്നിവരുടെയും ഇരട്ട സഹോദരിമാരായ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇന്ദിരയിൽ ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെയും വിവാഹം ജൂൺ 20-ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരുന്നു നടന്നത്. ഇരട്ടകളെന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തന്നെ. ബന്ധുക്കളോട് യാത്ര പറഞ്ഞ ശേഷം ശരത്ത് ചേർത്ത് പിടിക്കാൻ ചെന്നത് സഹോദരൻ്റെ ഭാര്യയെ. അക്കിടി പറ്റിയെന്ന് മനസ്സിലായ ഉടൻ തൻ്റെ ഭാര്യ ശ്രീദേവിയുടെ അടുത്തെത്തി. യാത്ര പറയലിൻ്റെ വേദനയുള്ള നിമിഷമാണെങ്കിലും കൂട്ടച്ചിരി ഉയർന്നു. ഫോട്ടോഗ്രാഫർ ഭവിനേഷ് ഭരതനാണ് ഈ രംഗം അവിചാരിതമായി ക്യാമറയിൽ പകർത്തുകയും വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. സംഗതി വൈറലായി. ഈ കഴിഞ്ഞ 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. ഏറ്റുമാനൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനോടും അമ്മോടും യാത്ര പറഞ്ഞിട്ട് കാറിലോട്ട് കയറാൻ പോകുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്ക് ആളെ മാറിപ്പോയത്. ഇത് 2 പേരും നല്ല മേക്കപ്പിലായിരുന്നു. ഒന്നാമത്തെ കാര്യം അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആ റീസൺ. അപ്പൊ ആ ഒരു സീൻ പറയുന്നത് ഞങ്ങളുടെ ക്യാമറമാൻ ഭവി ഭരതൻ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഞാൻ ബ്രദറിന്റെ വൈഫില് ഷോൾഡറിൽ കൈവച്ചു. ഇവളായിരുന്നു. അപ്പൊ അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അപ്പോൾ അവളെ സമയത്ത് പറഞ്ഞു ആള് മാറിയത് അവിടെയാണ് അവളെ നിൽക്കുന്നതെന്നൊക്കെ. ഇതേ ആയുർവേദ ഡോക്ടർമാരായ ശ്രീദേവിയും ശ്രീലക്ഷ്മിയും ചെന്നൈയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരത്ത് മെഡിക്കൽ രംഗത്ത് ഗവേഷണം നടത്തുന്നു. സുജിത്ത് കെമിസ്ട്രിയിൽ ഗവേഷണം നടത്തുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രവാസി സംഘം മുള്ളൂർക്കര പഞ്ചായത്ത് സമ്മേളനം മുള്ളൂർക്കരയിൽ നടന്നു. ചടങ്ങിൽ മുതിർന്ന പ്രവാസി അംഗങ്ങളെ ആദരിച്ചു. സംഘടന തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടത്തിയെങ്കിൽ പോലും ഒരക്ഷരം പോലും അതിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കപ്പെടുന്നു ഇല്ല എന്ന് മാത്രമല്ല, എല്ലാ കൊല്ലങ്ങളിലും അവർ നടത്തുന്ന പ്രവാസികളുടെ വലിയ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ കൺവെൻഷനുകളിൽ
ഉയർന്ന തലത്തിലുള്ള സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്കൊരു ഭക്ഷണം കൊടുത്ത് പിരിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതിന് ഉപരിയായി സാധാരണ പ്രവാസികളെ അഭിസംബോധന ചെയ്യപ്പെടാവുന്ന, അവരെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താവുന്ന, അവരെ ചേർത്ത് നിർത്താവുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അവഗണന മാത്രമല്ല, അവിടെ കയറി ചെന്ന പ്രവാസികളെ അടിച്ചോടിക്കുന്ന അവസ്ഥ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിലുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് കേരള ഗവൺമെന്റിന്റെ ഒരു പരിധിവരെയെങ്കിലും പ്രവാസികളെ വ്യക്തമായിട്ട് വിലയിരുത്തപ്പെടുകയും അതാത് വരുന്ന ബഡ്ജറ്റിൽ പ്രവാസികളെ ഉയർന്ന തലത്തിൽ പരിഗണിക്കപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാസി സംഘം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഹക്കീം ആറ്റൂർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസികളെ മൊമെന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി മുഹമ്മദ് കുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി എം ഹനീഫ, ഏരിയ പ്രസിഡന്റ് KM അബൂബക്കർ, സലാം MH തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 11-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മൊയ്തീൻകുട്ടി, സെക്രട്ടറിയായി മുഹമ്മദ് കുട്ടി, ട്രഷറർ KM മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നികുതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് ആരോട് പറയുമെന്ന് നമുക്കറിയില്ല. അതിന് കാരണം നികുതി നിയന്ത്രിക്കുന്നതും നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും GST കൗൺസിൽ എന്ന ഒരു പുതിയ സംവിധാനമാണ്. ആ സംവിധാനം കേരളത്തിലല്ല, ആ സംവിധാനം ഇന്ത്യയിൽ എവിടെയാണ് എന്ന് കൃത്യമായി പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ ബോഡി ഇങ്ങനെയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനത്തെയും ധനകാര്യമന്ത്രിമാർ, ധനകാര്യ സെക്രട്ടറിമാർ, കേന്ദ്ര ധനകാര്യമന്ത്രി സെക്രട്ടറി, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ബോഡി. ഇത് ആരോട് പറയുന്നത്? ഇവിടെ ധനകാര്യമന്ത്രിയോട് കേരളത്തിൽ പറയാമെന്ന് വെച്ചാൽ അവര് തന്നെ കരയാണ്, ഞങ്ങൾക്ക് GSTയുടെ വിഹിതം കിട്ടുന്നില്ല. സംസ്ഥാനത്തിന് പോലും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വാടകയുടെ നികുതിയുമായി നമ്മൾ പ്രയാസപ്പെടുന്നത്. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ വിജയികളായ വ്യാപാരികളുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ദേശീയ ഗെയിംസിലേക്ക് കേരള ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ നേടിയ മഹേഷിനെയും അനുമോദിച്ചു. KVVES അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം PK മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് ട്രഷറർ EK മുരളി, നിയോജകമണ്ഡലം പ്രസിഡന്റ് മരക്കാർ മുരുക്കുംപറ്റ, നിയോജകമണ്ഡലം സെക്രട്ടറി ഗിരീഷ് പാലാരി, അബ്ദുൽ കരീം കൂട്ടിലക്കടവ്, ഹംസ പൊന്നറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാടാനംകുറിശി ആരഭയിൽ കഥാസായാഹ്നം സംഘടിപ്പിച്ചു. കഥാമൃതം എന്ന നാമകരണത്തിൽ നടന്ന പരിപാടി യുവസാഹിത്യകാരൻ ഗിരീഷ് ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും കഥ പറയാൻ അവസരമൊരുക്കിയാണ് ആരഭി കഥാമൃതം സംഘടിപ്പിച്ചത്. വായിച്ച പുസ്തക കഥകളും കേട്ടുപഠിച്ച കഥകളും പ്രായഭേദമന്യേ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ചരിത്രം രേഖപ്പെടുത്തിയ മഹാന്മാരുടെ ജീവിതകഥകളും കുട്ടികൾക്ക് അറിവിന്റെ പാഠമായി. ചടങ്ങിൽ കലാസമിതി പ്രസിഡന്റ് V രമേശ് അധ്യക്ഷത വഹിച്ചു. V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, CP രാമൻ എന്നിവർ സംസാരിച്ചു. പ്രസാദ് വാര്യർ, വേദിക, ദേവശ്രീ, സനുഷ, അഭന്യ, അഭിമന്യു, അപർണ, അവനിക, ആദിദേവ് എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. ദീപ ടീച്ചർ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് SHO രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കണയം ശ്രീകുറുമ്പക്കാവ് ഭജന മണ്ഡപത്തിലായിരുന്നു അനുമോദന സദസ്സ്. ക്ലബ്ബ് പരിധിയിലെ SSLC +2 ഡിഗ്രി വിജയികളെയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത്. ഷൊർണൂർ പോലീസ് SHO രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ലബ്ബ്, ഒരു വായനശാല ഒരു നാട്ടിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കളിസ്ഥലം, ഒരു കുളം, ഒരു പൊതുകുളം, ഒരു ക്ലബ്ബ്, ഇതെല്ലാം തന്നെ ആ നാട്ടിൻ്റെ പൊതുവായ ഒരവസ്ഥയെ. ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വെസ്റ്റ് ബോയ്സ് ജനറൽ സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു.
പാലക്കാട് നെഹ്റു യുവകേന്ദ്ര യൂത്ത് കോർഡിനേറ്റർ ശരത്, കുലുക്കല്ലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ, വെസ്റ്റ് ബോയ്സ് ട്രഷറർ ജയരാജ്, രാജേഷ് വെള്ളോത്ത് എന്നിവർ പ്രസംഗിച്ചു. അനുമോദന സദസ്സിനോടനുബന്ധിച്ച് 160-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികൾക്കായി താമസിക്കാൻ പുതിയതായി നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെല്ലാം രാജ്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ സഖ്യകക്ഷികളുടെ കൂടെ കൂടിയിട്ടുണ്ടെന്നും ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമെന്നും, അത് ഓയിലിൻ്റെ പേരിലാണോ യുദ്ധം, വെള്ളത്തിൻ്റെ പേരിലാണോ യുദ്ധം, രാജ്യാന്തര അതിർത്തികൾ തമ്മിലുള്ള അധിനിവേശത്തിൻ്റെ പേരിലാണോ യുദ്ധം, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലാണ് യുദ്ധം, എന്തെല്ലാം തരത്തിലാണ് യുദ്ധങ്ങൾ പുറപ്പെടുന്നത് എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. ചടങ്ങിൽ മദ്രസ പൊതുപരീക്ഷകളിലും SSLC +2 പരീക്ഷകളിലും വിജയിച്ച പ്രാദേശിക വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചിരുന്നു. മഹല്ല് മുത്തവി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ, മറ്റ് ഭാരവാഹികളായ MP സുലൈമാൻ, MA അബ്ദുൾ അസീസ്, മൊയ്തു TPA, യൂസഫ്, മുസ്തഫ ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി PA യൂസഫ് സ്വാഗതവും പ്രസിഡന്റ് PK കാസിം ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂൾ സമുച്ചയത്തിന്റെയും നവീകരിച്ച AC കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം ജൂലൈ 2-ന് 10 മണിക്ക് നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചേലക്കര MLA UR പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KSFEയുടെ CSR ഫണ്ടിൽ നിന്നും 12.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് AC കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 2023-24 വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്മരണയ്ക്കായി കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതിയിൽ സംഘാടക സമിതി നിർമ്മിച്ച സ്റ്റേജും K രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി 2023-24 വാർഷിക പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയവുമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ജൂലൈ 2 SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ചാണ് ജൂലൈ 2 രാവിലെ 10 മണിക്കാണ് നമ്മുടെ പുതിയ കെട്ടിടം KSFE CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ്, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ വിജയോത്സവം, അതോടൊപ്പം തന്നെ സബ് ജില്ലാ കലോത്സവം ഇവിടെ നടന്നപ്പോൾ കലോത്സവത്തിനൊരു ഊണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ആ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു സ്റ്റേജും അന്നേ ദിവസം സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ജൂലൈ 2 രാവിലെ 10 മണിക്കാണ്. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത N, പ്രധാനാധ്യാപിക ഫാത്തിമ സുഹറ, PTA വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ C സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റലി CPI സമ്മേളനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പലപ്പോഴും ഉയരുന്നത്. CPM നയിക്കുന്ന LDF സർക്കാരിനെതിരെ വിമർശനമുയർത്തി സ്വന്തം പ്രതിച്ഛായ നിലനിർത്താനാണ് ഈ ശ്രമമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഭിന്നത രൂക്ഷമെങ്കിൽ CPI മുന്നണി വിട്ട് മാതൃകയാകണമെന്നാണ് ഇവരുടെ വാദം. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റലിയിലേക്ക്. ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ CPIനെ എക്കാലത്തും ഒറ്റപ്പെടുത്തി വേട്ടയാടുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വളരെ വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ CPIനെ സംബന്ധിച്ച് അവർ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും അവരുടെ മുന്നണിയിൽ നിന്നും മാറി അവർ ഐക്യജനാധിപത്യ മുന്നണിയോടുകൂടി യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു തൻ്റെ ഇടം കൂടി കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് മുൻകാലങ്ങളിൽ ഉള്ള CPIൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ വളരെ കൃത്യമായ നിലപാടുകളിലൂടെയാണ് അവർ കടന്നു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ
CPIൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിക്കുന്ന നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. വിമോചന സമര കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ പ്രതിപക്ഷം നീങ്ങിയത് അതേ മൂവ്മെൻ്റാണ് നിലമ്പൂരിൽ ഈ സർക്കാരിനെതിരെ നീങ്ങിയതെന്നാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യം എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, വികസന പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരിക്കലും ജനവിധി ഉണ്ടാകാറില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ 3 വർഷം കൂടുമ്പോഴും കൃത്യമായി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും അതിനുശേഷം മണ്ഡലം സമ്മേളനവും അതിനുശേഷം ജില്ലാ സമ്മേളനവും അതിനുശേഷമാണ് സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്. ഇപ്പോൾ CPIയിലെ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് സമ്മേളനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സമ്മേളനങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ തനതായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ള കൂട്ടുത്തരവാദിത്തത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ കാണിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധർമ്മമാണ്. നല്ല വശങ്ങൾ നല്ലതായും പോരായ്മകളുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തനങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ തുറന്നു കാണിക്കുന്നത് ഈ സമ്മേളനങ്ങളിലൂടെയാണ്. ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് LDFിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂത്തുപറമ്പ് വെടിവയ്പിൽ ആരോപണ വിധേയനായ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് P. ജയരാജൻ. കേസിൽ റവാഡ ചന്ദ്രശേഖർ 2012-ൽ കുറ്റവിമുക്തനായി. വിമർശനവും സ്വയം വിമർശനവും CPMൽ നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും P. ജയരാജൻ. പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക പിച്ചുതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ മുന്നണി. പ്രതിഷേധ സമരം നെല്ലളന്ന മാസങ്ങളായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ. സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂരിലെ തകർന്ന കൾവേർട്ടറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുമ്പോൾ വാളരാംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും പാടെ തകർന്നു. പേവിഷ പ്രതിരോധ യജ്ഞവും അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമും ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മുഖ്യ ചർച്ചയായി. നഗരപരിധിയിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെ കണക്കെടുക്കാനും മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താനും തീരുമാനം. യോഗം ചർച്ച ചെയ്തത് 10ഓളം അജണ്ടകൾ. ഷൊർണൂരിനെ വയോജന സൗഹൃദ നഗരസഭയാക്കാൻ നടപടികൾ ആരംഭിച്ചു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര പ്രദേശത്ത് വിലസുന്നത് 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവും. 3 കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മലമ്പുഴ ചെറാട് ശാസ്താനഗറിൽ CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാനാകാതെ വനം വകുപ്പ്. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾക്കും വ്യക്തതയില്ല. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചെലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.